തളരരുതേ മനസ്സേ അല്ലേ? ഇന്ന് നീ കരയുന്ന കാര്യം നാളെ നീ ഓർത്ത് ചിരിക്കും. ഇന്ന് വലുതായി തോന്നുന്ന പ്രശ്നം നാളെ ചെറുതായി തോന്നും. സമയമെല്ലാം മാറ്റും, മുന്നോട്ട് നടന്നാൽ മതി. മനസ്സെന്താണ്? തലച്ചോറും മനസ്സും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിൻ്റെ ശക്തി. നമ്മൾ വിചാരിക്കുന്നത് പോലെയാകും ജീവിതം. മനസ്സൊരു കുരങ്ങനെ പോലെയാണ്. ഇതൊക്കെ നമ്മളെ ചിന്താഗതികളാണ്. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം? സന്തോഷം പുറത്തല്ല, മനസ്സിലാണ്. ഇത്ര നേരം വായിച്ചതൊന്നും മനസ്സിലായി കാണില്ല അല്ലേ? അതായത് മനസ്സ് ഒരു കുരങ്ങനെ പോലെയാണ്. ശരിയല്ലേ? നമുക്ക് തോന്നാറില്ലേ? നമ്മൾ വിചാരിക്കുന്നത് പോലെയാകും ജീവിതം. അതൊരിക്കലും ആവില്ല. അത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത മനസ്സിനെ എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. സന്തോഷം എപ്പോഴും എവിടെയാ ഉള്ളിലുണ്ടാവണം, മനസ്സിൽ. പുറത്തത് അഭിനയിച്ച് കാണിക്കണ്ട. നമ്മൾ പിന്നെ മനസ്സ് തളർന്നാൽ എന്താവും? ശരീരവും തളരും. നല്ല മനസ്സുള്ളവരെ ആർക്കും പറ്റിക്കാം. അങ്ങനെ കരുതരുത്. അവർ ക്ഷമിക്കുകയാണ്, പറ്റിക്കുകയല്ല. അവർക്കത് മനസ്സിലായെന്ന്, പക്ഷേ അവരത് മനസ്സിലാവാത്ത പോലെ അഭിനയിച്ച് എന്താക്കുന്നതാണ്? ക്ഷമിക്കുന്നതാണ്. മനസ്സ് തുറന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ മനസ്സ് ശുദ്ധമാണെങ്കിൽ വാക്കുകൾക്കൊന്നും സൗന്ദര്യമൊന്നും ആവശ്യമില്ല. പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം മൂന്നും തമ്മിലുള്ളൊരു യുദ്ധമുണ്ട്. മനസ്സിനെ ശാന്തമാക്കാൻ എന്താ ചെയ്യണ്ടേ? ധ്യാനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, മൗനമുണ്ട്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് മനസ്സ് വേദനിക്കുന്ന എന്തുകൊണ്ടാണ്? നമ്മളതിനെപ്പറ്റി ഓർക്കുന്നതുകൊണ്ട്. മനസ്സിന് പ്രായമാവുമോ? ഒരിക്കലുമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്ന ഒന്നാണ് ഓവർ തിങ്കിങ്. അതായത് അമിത ചിന്ത. മനസ്സിലിങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ചിന്തിച്ചു കൂട്ടും. മനസ്സിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയയും മനസ്സും, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇതൊക്കെ നമ്മളെ മനസ്സിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും നമ്മൾ ക്ഷമിക്കാൻ പഠിച്ചാൽ മനസ്സ് ഭാരമില്ലാതാകും. എപ്പോഴും മനസ്സിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. കാരണം ശരീരത്തിനൊരു രോഗം വരുന്നത് പോലെ തന്നെ മനസ്സിനും നമ്മൾക്ക് രോഗം പിടിപെടും. എങ്ങനെ? നമ്മൾ മനസ്സിൽ ഓവർ തിങ്കിങ് ചെയ്ത് വേണ്ടാതെ ആലോചിച്ച് നിന്നാൽ. ലോകത്താരും നിങ്ങളെ തളർത്തുമൊന്നുമില്ല. നിങ്ങളെ മനസ്സ് തളരാത്തിടത്തോളം ആർക്കും തളർത്താനൊന്നും കഴിയില്ല. ആരും നമ്മളെ ഉയർത്തുകയില്ല. അതും ചിന്തിക്കണം. നമ്മൾ തന്നെ ഉയരണം. അതായത് നിങ്ങളെ മനസ്സ് ഉയരാൻ തീരുമാനിക്കുന്നിടത്തോളം ആരും നിന്നെ ഉയർത്തുകയില്ല. തളർത്താൻ നോക്കിയാൽ നമ്മൾ തളർന്നാൽ അതപ്പം തന്നെ തളർന്നു പോവും. അതുകൊണ്ട് തളരാണ്ട് നോക്കണം. എല്ലാം തുടങ്ങുന്നതും അവസാനിക്കുന്നതും എവിടുന്നാ? നമ്മളെ മനസ്സിൽ നിന്ന് തന്നെയാണ്. മനസ്സിനെ ഒന്ന് മാറ്റി പിടിച്ചാലേ ജീവിതം അങ്ങോട്ട് മാറും. ഒരു കണ്ണാടിയാണ് ശരിക്കും മനസ്സ്. നമ്മൾ ചിരിച്ചാൽ അത് നമ്മളെ നോക്കി ചിരിക്കും. നമ്മൾ കരഞ്ഞാൽ നമ്മളെ നോക്കി കരയും. നമ്മൾ ഒന്നും പഴിക്കാതെ അതിനോട് നല്ലത് മാത്രം കാണിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അന്നേരം കണ്ണാടിയിൽ നോക്കിയാൽ അതും ചിരിച്ചുകൊണ്ട് നല്ലത് മാത്രം ഇങ്ങോട്ട് പറയും. കണ്ണാടി പോലെ ഭാരം ഇറക്കി വയ്ക്കാൻ എപ്പോഴും പഠിക്കണം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തണം, എല്ലാം എനിക്ക് തന്നെ ചെയ്യണം എന്ന് വിചാരിക്കുന്നിടത്താണ് മനസ്സെന്താകുന്നത്? മനസ്സ് തളരുന്നത്. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത
അത് അതൊക്കെ അങ്ങ് ഇറക്കി വെച്ചേക്ക്. അതൊക്കെ പോട്ടെ, എല്ലാം നടക്കില്ല. അതുപോലെ മനസ്സിന് ഭക്ഷണം കൊടുക്കണം. എന്താ ഭക്ഷണം? ശരീരത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്ന പോലെ തന്നെ മനസ്സിനും നല്ലത് കൊടുക്കണം. നല്ല പുസ്തകങ്ങൾ, നല്ല ആളുകളോടുള്ള സംസാരം, അല്പനേരത്തെ മൗനം, കുറച്ചിങ്ങനെ റെസ്റ്റ് എടുത്ത് എല്ലാവരിൽ നിന്നും മാറി നിൽക്കുക. അതാണ് ഒരു മൗനം എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിനൊന്ന് ശാന്താക്കാൻ. ഇതാണ് മനസ്സിൻ്റെ ഭക്ഷണം. ശരീരം ക്ഷീണിച്ചാൽ എന്താ? ഉറങ്ങിയാൽ മതി. മനസ്സ് ക്ഷീണിച്ചാലോ അതിനെ ചേർത്ത് പിടിക്കാൻ പഠിക്കണം. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഓക്കെ.